കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. മണിക്കൂറുകൾ തോറും മാറ്റിപ്പറയുന്ന സ്വഭാവം പാർട്ടിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ചെയർമാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പം മുഖ്യമന്ത്രി മനുഷ്യരുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. വിവരങ്ങൾ നൽകാനായി കോട്ടയത്ത് നിന്ന് ജോസി ബാബു, കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ജോസിയിലേക്കാണ്. ജോസി, 11 മണിക്കാണ് ഇപ്പോൾ യോഗം ചേരാനിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം തന്നെയാണ് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. അത് ജോസ് കെ മാണി നേരിട്ട് വന്ന് ഒരു മറുപടി, ഒരു പ്രതികരണം നടത്തിയെങ്കിലും ഇപ്പോഴും അത് ചർച്ചയായിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ എന്ത് പ്രതീക്ഷിക്കണം? അമൃത, മുന്നണി മാറ്റ ചർച്ചകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ജോസ് കെ മാണി അതിനുശേഷം കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ഇന്ന് കോട്ടയത്ത് ചേരുന്നത്. 11 മണിക്കാണ് യോഗം. തിരുനക്കരയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെയും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകൾ, അത് തള്ളി ചെയർമാൻ രംഗത്ത് വന്നത്, പാർലമെന്ററി പാർട്ടിയിലെ ഭിന്നത, 2 MLA-മാർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണമെന്നും നിലപാടെടുത്തതും, മറ്റുള്ളവർ അങ്ങനെ UDF-ലേക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞ നിലപാടും ഒക്കെയും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും ഇക്കാര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദീകരണം യോഗത്തിൽ ജോസ് കെ മാണി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 11 മണിക്കാണ് യോഗം. നേതാക്കൾ അല്പസമയത്തിനകം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി തുടങ്ങും. പ്രധാനമായും ഈ വിഷയത്തിൽ ചില വിലയിരുത്തലുകൾ കേരള കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ പാർട്ടിയുടെ ശക്തിയെ ക്ഷയിപ്പിക്കും. പ്രത്യേകിച്ച് ഇത് UDF വെച്ച ഒരു കെണിയാണ്, അതിൽ കേരള കോൺഗ്രസ് വീണു എന്നതാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. അതേസമയം ഇപ്പോഴായിരുന്നു ഉചിതമായ സമയം UDF-ലേക്ക് മടങ്ങിപ്പോകാൻ എന്നതാണ് UDF-നെ അനുകൂലിക്കുന്ന പക്ഷവും പറയുന്നത്. എന്തായാലും CPM-ഉം മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളടക്കം സംശയനിഴലിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ നോക്കുന്നത്. ഇപ്പോഴുണ്ടായ ചർച്ച അത്തരത്തിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയി. പക്ഷേ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ തന്നെ ജോസ് കെ മാണി അസന്നിഗ്ധമായ ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞതോടുകൂടി അല്പം അയവ് വന്നെങ്കിലും ഈ വിഷയത്തിൽ പൂർണ്ണമായും പ്രശ്നപരിഹാരമായിട്ടില്ല. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ ചില വാക്കുകൾ, ചില ഉദ്വേഗങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത്. കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയാണ് അധികാരമെന്നാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി പറഞ്ഞത്. അത് ഇടതുമുന്നണിയെയും CPM-നെയും തെല്ലും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ മുന്നണി മാറ്റ ചർച്ചകളെ തള്ളിപ്പറഞ്ഞപ്പോഴും അത്തരം ചില വരികളും പ്രയോഗങ്ങളും പ്രതികരണങ്ങളും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഒറ്റകക്ഷിയായി UDF-ലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഒറ്റ പാർട്ടിയായി UDF-ലേക്ക് പോകണമെന്നുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം, അല്ലെങ്കിൽ അത്തരം കേരള കോൺഗ്രസിന്റെ ചർച്ചകൾക്ക് പ്രതിസന്ധിയായത് പാർലമെന്ററി പാർട്ടിയിലെ ഭിന്നതയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ പ്രമോദ് നാരായണൻ MLA-യും അടക്കം ഈ വിഷയത്തിൽ LDF-നൊപ്പം ഉറച്ചു നിൽക്കണം. ഇപ്പോൾ പോയാൽ അത് അകാരണമായി പോകുന്നു, ഒട്ടും ധാർമ്മികമായിരിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പൊതു നിലപാട്. അതേസമയം മടങ്ങിപ്പോകാൻ ഉചിതമായ സമയമെന്നായിരുന്നു UDF ക്യാമ്പിലേക്ക് പോകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ച സെബാസ്റ്റ്യൻ കുളത്തിങ്കലും അതോടൊപ്പം തന്നെ ജോബ് മൈക്കിൾ MLA-യും അടക്കം പറഞ്ഞത്. എന്തായാലും അതിനൊക്കെ പിന്നാലെ സഭയുടെ വലിയൊരു സമ്മർദ്ദം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ജോസി, ഇതിപ്പോൾ ഈ പാർട്ടിക്കകത്ത് തന്നെ ഈ മുന്നണി മാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ 2 വിഭാഗമായി നിൽക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് നമുക്കറിയാവുന്നതുമാണ്. ഇന്നത്തെ ഈ നേതൃയോഗത്തിൽ ഈ വിഷയം ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് പോകണമെന്ന്, അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമാകണമെന്നുള്ളൊരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അമൃത, സ്വാഭാവികമായും ചർച്ചകൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിന്റെ ഒരു സംഘടനാ രീതി വെച്ച് ചെയർമാൻ കാര്യങ്ങൾ തീരുമാനിച്ച് അവതരിപ്പിക്കുകയും അത് ചെയർമാനിലേക്ക് എത്തുകയും ചെയ്യുകയാണ് പൊതുവായി കേരള കോൺഗ്രസിന്റെ നിലപാടായി പുറത്തു വരുന്നത്. അഭിപ്രായ ഭിന്നതകളും പരസ്യ പ്രതികരണങ്ങളും ഒക്കെ നടക്കുമെങ്കിലും അവസാന തീരുമാനം പ്രഖ്യാപിക്കുക പാർട്ടി ചെയർമാൻ ആയിരിക്കും. ആ നിലയ്ക്ക് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും തള്ളിക്കൊണ്ട് ജോസ് കെ മാണി രംഗത്ത് വന്നൊരു സാഹചര്യത്തിലും
എന്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഇന്ന് ചർച്ചയ്ക്ക് വരും. പ്രത്യേകിച്ച് UDF-നൊപ്പം പോകണമെന്ന് ആവശ്യപ്പെട്ടവർ എന്ത് കാര്യമായിരിക്കും പറയുക എന്നതും ആകാംക്ഷയാണ്, രാഷ്ട്രീയ കൗതുകമാണ്. ഈ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും അതോടൊപ്പം ജോ മൈക്കിൾ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ, റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണമൊക്കെയും ചർച്ചകളൊക്കെയും ഈ ഇന്നത്തെ യോഗത്തിൽ ഏറെ നിർണായകമാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഭയുടെ സമ്മർദ്ദം ഈ വിഷയത്തിൽ ശക്തമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അതിൽ സഭയുടെ പേര് വലിച്ചിഴയ്ക്കുന്നതിൽ സഭയ്ക്ക് അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രമോദ് നാരായണന്റെ പ്രസ്താവനയായി സോഷ്യൽ മീഡിയയിലടക്കം സഭയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണമുണ്ടായിരുന്നു, വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആ പ്രചാരണം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പ്രമോദ് നാരായണൻ. ദുഷ്ടലാക്കോടുകൂടിയാണ് സഭയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ചെയർമാൻ നിലപാട് പാർട്ടിയുടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സഭയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ട് എന്ന് താൻ പറയുന്നത് തെറ്റാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും അല്പസമയത്തിനകം നേതാക്കൾ പാർട്ടി ഓഫീസിലേക്ക് എത്തിത്തുടങ്ങും. 11 മണിയോടുകൂടിയായിരിക്കും യോഗം ആരംഭിക്കുക. പാലായിലെ വസതിയിൽ നിന്നും ചെയർമാൻ ജോസ് കെ മാണിയും ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്.